ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ എളുപ്പത്തിൽ കുക്കറിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മട്ടൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിനെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കളർ മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ആ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി അതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും പിന്നെ തക്കാളി കട്ട് ചെയ്തതുമാണ് കേട്ടോ. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് ആ തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് ശേഷം നമ്മൾ ലിഡൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ജസ്റ്റ് ആ ഒരു സ്പൂൺ കൊണ്ട് അതിനെ ഒന്ന് ഉടച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഞാൻ പൊതുവേ നോൺ വെജ് ചെയ്യുന്ന ടൈമിൽ മല്ലിപ്പൊടി കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇതിന്റെ പച്ച മണം മാറുന്നവരെ നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന മട്ടൺ പീസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ മട്ടനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ മട്ടൺ പീസും ആ മസാല എല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഈ മട്ടനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ വേണം ഈ ഒരു കറി നമുക്ക് അതിന്റെ ഗ്രേവി കുക്കായി വരാൻ. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഗ്രേവി കിട്ടൂ. അപ്പോൾ നമ്മൾ ഈ മസാലകൾ ഫുള്ളായിട്ട് നമ്മൾ ഈ മട്ടൻ പീസിലെല്ലാം ഒന്ന് കവർ ആവുന്ന പോലെ ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് പ്രഷർ കുക്കറിന്റെ ലിഡ് ക്ലോസ് ചെയ്ത് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ ഒരു 6-7 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തു. എന്നിട്ട് പ്രഷർ പോയി കഴിഞ്ഞിട്ട് ലിഡ് ഓപ്പൺ ചെയ്യാണ്. അപ്പൊ നമ്മുടെ മട്ടനൊക്കെ നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയും അതിൽ സെറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഒന്നുകൂടെ ഓൺ ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഗരം മസാലയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഗരം മസാലയും ഉപ്പും ഒക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. എന്നിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് നല്ലപോലെ തിളപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഗരം മസാലയുടെ ഫ്ലേവർ എല്ലാം അതിലേക്ക് പിടിക്കാനും അതിന്റെ റോ ഫ്ലേവർ പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റ് കൂടി നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മട്ടൻ കറിക്ക് കണ്ടോ നല്ല ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും കണ്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈസി കുക്കർ മട്ടൻ കറി റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.